ഹായ്, നമുക്കേ ഇന്ന് ഒരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇല്ല എടുത്ത് എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. ഒരു പകുതി മൂപ്പൊക്കെ, ഒത്തിരി മൂക്കിപ്പിക്കണം, ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ആ പരുവത്തിൽ നമുക്കെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിക്കത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പച്ചമുളക്, തക്കാളി, ചുമന്നുള്ളി, കൊച്ചുള്ളിയാണ്, എല്ലാം കൊച്ചുള്ളി, സവാള ചേർക്കത്തില്ല. തക്കാളിപ്പഴം, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഇനി ഇതാക്കി വെക്കണം. അപ്പം ഇത് വറുത്ത് കോരിയിട്ട് നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് തേങ്ങ കൊത്തിടണം. എല്ലാം വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മളിതിനെ ചേർക്കുന്ന മുളകും മല്ലിയും വറുത്തരച്ചാണ് ചേർക്കുന്നത്. പച്ചമുളക് കീറി വെച്ച് തക്കാളിക്കായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുളകും മല്ലിയും വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ചട്ടി അടപ്പിലേക്ക് കൊടുക്കാം. ആ ഉരുളി അടപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. പിന്നെ ബാക്കി എടുക്കാൻ ഇടയ്ക്ക് പറ്റിയില്ല കേട്ടോ, കറണ്ടില്ലായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് പിന്നെ കറിവേപ്പില ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കൊച്ചുള്ളി ഇട്ട് അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് വഴറ്റണം. പച്ചമുളക് ഇട്ട് വഴറ്റി എടുത്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. പിന്നെ തക്കാളിക്കപ്പഴം ചേർത്തു. പിന്നെ അതിൻ്റെ കറിയാക്കി എല്ലാ അരപ്പെല്ലാം ചേർത്തു. പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കേട്ടോ. കടുക് വറക്കുവാണേ. നല്ല കറിയായിരുന്നു കേട്ടോ. ആക്രിയമ്മ വേണം, ആക്രി വറക്കാൻ. ആക്രി വറച്ചുകൊണ്ടിരിക്കും ആക്രിയമ്മ. കറിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ കടുക് വേണ്ട അത്രയാണ്. കടുക്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റ.